മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത SIT തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വീണ്ടും പോറ്റിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? വരുന്ന തിങ്കളാഴ്ച SITയുടെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയത്. 8 മണിക്കൂറിലേറെ നീളുന്ന ചോദ്യം ചെയ്യലാണ് ADGP H. വെങ്കിടേഷിൻ്റെ മേൽനോട്ടത്തിൽ നടന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ ADGP വെങ്കിടേഷിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ അവസാനവട്ട വിവരങ്ങൾ, അതായത് അവ്യക്തതകൾ പൂർണ്ണമായി നീക്കിക്കൊണ്ട് 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ദുരൂഹതകൾ, അസ്വാഭാവികതകൾ, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ 8 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കിയതായാണ് വിവരം. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള ഭാഗങ്ങളിൽ കൃത്യത വരുത്തുക എന്നത് SITക്ക് മുമ്പിൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പ് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി വീണ്ടും SIT ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതീവ രഹസ്യാത്മകമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഏത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് SITയോട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരാനുണ്ട്. എന്തായാലും കോടതിയിൽ തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത SIT തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. 2025 സ്വർണ്ണപ്പാളികൾ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. അങ്ങനെ ശബരിമലയിലെ വലിയ കൊള്ളയുടെ വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിനിടയിലായിരുന്നു ന്യൂസ് 18 ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് ശബരിമലയിൽ മേൽശാന്തിയാകാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകളിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളിൽ അടക്കം തിരുത്തൽ വരുത്തുന്നു. അവിടെ മേൽശാന്തിയാകണമെങ്കിൽ മുൻകൂറായി തന്നെ, അതായത് മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന പട്ടികയിൽ ഇടം നേടണമെങ്കിൽ പോലും വലിയ തോതിൽ പണം നൽകേണ്ടതായി വരുന്നു. അങ്ങനെയുള്ള വലിയ കൊള്ളകൾ ശബരിമലയിൽ തുടരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.